കേരളത്തിലെ പെൺകുട്ടികൾക്കിടയിൽ വിവാഹത്തോടുള്ള താല്പര്യം കുറയുന്നതായി ചില സർവേകൾ വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ വിവാഹത്തോടുള്ള താല്പര്യം പെൺകുട്ടികൾക്കിടയിൽ കുറയുന്നത്? അതിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഒന്ന്, വലിയ ശമ്പളം വാങ്ങുന്നവരാണ് പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ. പലരും നല്ല പ്രൊഫഷണൽസാണ്. വലിയ ശമ്പളം 5 6 ഒക്കെയുള്ള വലിയ ശമ്പളം വാങ്ങുന്ന പെൺകുട്ടികൾക്ക് തങ്ങളുടെ സമ്പാദിക്കുന്നത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. തന്നെയുമല്ല, ഇന്ന് വിവാഹശേഷം പലയിടത്തും ധാരാളം പീഡനങ്ങളും സ്ത്രീധനത്തെ ചൊല്ലിയുള്ള വിഷയങ്ങളുമൊക്കെ ധാരാളം ഉണ്ടാകുന്നു. പല സ്ഥലത്തും പ്രൊഫഷണലായ പെൺകുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു. ഭർത്തൃപീഡനവും ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങളുമൊക്കെ പല പെൺകുട്ടികളെയും വിവാഹത്തോടുള്ള താല്പര്യം കുറയ്ക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. തന്നെയുമല്ല, ചില ആളുകൾ പറയുന്നു, വിവാഹശേഷം കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടി വരുന്നു. ഈ സമയം ഈ കാലയളവ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കരിയറിൽ വളരെ ഉയർന്നു വരാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. അത്രയും സമയം അവൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലുകളാണെങ്കിൽ അവരുടെ കരിയറിൽ വലിയ തോതിൽ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം തന്നെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രൊഫഷനാണ് വലുത്, വിവാഹമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് പല പെൺകുട്ടികളും മാറുന്നു എന്നുള്ളതാണ് പുതിയ സർവേകൾ കണ്ടെത്തുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ പല ആൺകുട്ടികൾക്കും പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പല മിടുക്കന്മാരായ ആൺകുട്ടികളും പഠിച്ച് ജോലിയൊക്കെ നേടി ഒരു വിവാഹം കഴിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അതിന് തയ്യാറാകാൻ പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പലർക്കും പ്രണയത്തോട് താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. എന്നാൽ ഈ പ്രണയം കുറച്ച് കഴിഞ്ഞ് ലിവിങ് ടുഗദറിലേക്ക് മാറുന്നു. ലിവിങ് ടുഗദർ കഴിഞ്ഞ് അതിഷ്ടമല്ലെങ്കിൽ വേറെ ആളുകളെ ലിവിങ് ടുഗദർ ആക്കുന്നു. എന്നിങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പങ്കാളി ആകണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നില്ല, പങ്കാളിയായി തന്നെ ജീവിക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് ജീവിക്കുക എന്നുള്ള കാഴ്ചപ്പാടുകളിലേക്കൊക്കെയാണ് പുതിയ ജനറേഷൻ്റെ ചിന്താഗതികൾ കടന്നു പോകുന്നത്. എന്തായാലും പുതിയ ഈ കാഴ്ചപ്പാടുകൾ പെൺകുട്ടികൾക്കിടയിൽ വിവാഹം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് വലിയൊരു സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് വേദനാജനകമായൊരു കാര്യമാണ്.